ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ അങ്ങ് ഇടുക്കി വരെ ഒന്ന് പോവാണ്. നമ്മൾ ഇടുക്കിക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് പച്ചപ്പും ഹരിതാപയും പ്രകൃതി ഭംഗിയൊക്കെ കാണാമെന്നോർത്തിട്ടാണ്. അപ്പം നിങ്ങൾ ഓർക്കും എന്തേ നമ്മുടെ കോട്ടയത്ത് ഇതൊന്നും ഇല്ലേന്ന്. കോട്ടയത്ത് ഇതെല്ലാം ഉണ്ട്, എന്നാലും നമ്മൾ അടുത്തുള്ള ജില്ലകളിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണമല്ലോ. പക്ഷെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം കാണുക എന്നുള്ളതാണ്. ഇടുക്കിയിലുള്ള ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം കാണാനാണ് ഇന്ന് ഞങ്ങളുടെ പോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ഒരു റിലാക്സേഷനൊക്കെ കിട്ടും. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മയുടെ വക ഒരു ഉപദേശം കിട്ടി, വെള്ളത്തിനടുത്തൊന്നും പോവല്ലേന്ന്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലോണം നീന്തൽ അറിയാവുന്നതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയാണ് ഞങ്ങളെ. എന്നാലും കുഴപ്പമില്ല, ഒരാഗ്രഹം തോന്നി വന്നതല്ലേ വെള്ളച്ചാട്ടം കാണാൻ. വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, അടുത്ത് നിന്ന് വെള്ളച്ചാട്ടം കണ്ടങ്ങ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഇറങ്ങുന്ന കാണുമ്പോൾ ഒരു മോഹമൊക്കെ തോന്നിയാൽ ചിലപ്പോൾ ഒന്ന് കാലൊക്കെ നനയ്ക്കുമായിരിക്കും. അങ്ങനെ അതിലേ നടന്ന് കുറേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. പിന്നെ കൂടെ നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് ഇടുക്കിയിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് വൈബ് തന്നെയല്ലേ. പിന്നെ നമ്മുടെ കുട്ടപ്പന് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ കുട്ടപ്പൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കലാണ് ഇനി അടുത്ത പണി. അവൻ്റെ പല പല പോസുകളിലൊക്കെ നിന്നിരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസാണെന്ന് തോന്നുന്നു കുട്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നുവല്ലോ, ചിലപ്പം മോഹം തോന്നിയാൽ ജസ്റ്റ് കാലൊക്കെ നനയ്ക്കാനൊന്ന് വെള്ളത്തിലിറങ്ങുമെന്ന്. ദേ അങ്ങനെ നമ്മുടെ കുട്ടപ്പൻ വെള്ളത്തിലിറങ്ങിയിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ അമ്മയുടെ കണ്ണിൽപ്പെടുമ്പം ചെറിയ തോതിൽ വഴക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറേ നേരം നമ്മുടെ കുട്ടപ്പൻ വെള്ളച്ചാട്ടം കണ്ടങ്ങ് ആസ്വദിക്കാൻ തുടങ്ങി. എന്തായാലും ഇറങ്ങി ആസ്വദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം കണ്ടങ്ങ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നീന്തൽ. സമയമുണ്ടല്ലോ, ഇനി നമുക്ക് നീന്തലൊക്കെ പഠിക്കാം. എന്നിട്ട് ഇതുപോലൊരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ചാടണം. അങ്ങനെ വെള്ളച്ചാട്ടം വ്ലോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. വെള്ളച്ചാട്ടം കണ്ടും ചെറുതായിട്ടൊന്ന് കാല് നനച്ചും ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക.